പിടിക്കാൻ വേണ്ടി പ്രശ്നം നടത്തുന്നു കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ പറയുണ്ടായി. അങ്ങനെ മാത്രം കരുതുന്നു ഉദ്യോഗസ്ഥർക്ക് മാത്രം അല്ല. ഇപ്പം ഞാനതുകൊണ്ടല്ലേ വായിച്ചത്, അതോറിറ്റി കമ്പിറ്റൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തമ വിശ്വാസം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട കമ്മിറ്റി കമ്പിറ്റൻ്റ് ആണെന്നുള്ളതാണ്. അവരുടെ ആണല്ലോ തീരുമാനം. ഇതിനകത്തുനിന്ന് ഈ ഒരു കമ്മിറ്റിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഒരു സിനിമയുടെ പേരിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്നോ ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നോ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് യുക്തിരാഹിത്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരെന്താ പറയുന്നത്? മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സമാന സാഹചര്യങ്ങളിൽ ഇതേ നിർദ്ദേശം കൊടുത്തു, അത് പാലിക്കപ്പെട്ടു. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കൂ. കോടതി പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതൊരു തരം കൈകഴുകൽ കൂടിയാണ്. എന്താണ്, ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ വയ്യ, അത് കോടതിയിലേക്ക് വിടുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇത് ആദ്യത്തെ സംഭവമാണെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം എന്താ പറയുക, നൈവായിട്ടുള്ള യുക്തിരാഹിത്യം ഇതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളെ ഞെട്ടിക്കുന്നത്. നമുക്കറിയാം, മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ട പ്രശ്നം നമുക്കറിയാം. സേറ്റാനിക് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സാഹചര്യം നമുക്കറിയാം. കിസ്സ കുർസിക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമുക്കിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇവിടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നമ്മുടെ മലയാള സാഹിത്യം കണ്ട എക്കാലത്തെയും ഏറ്റവും മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന പുസ്തകം ഇന്ന് എഴുതാൻ സാധിക്കുമോ? ഇതാണ് മുമ്പോട്ട് വരുന്ന ചോദ്യം. ആ പേരിലൊരു സിനിമ ഉണ്ടാക്കും. ആ കൃതി ഒരു സിനിമയായാൽ എന്ത് ടൈറ്റിൽ നമ്മളിടും? ഇത് ഞാൻ ഒരു മതത്തെ ബന്ധപ്പെടുത്തി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സേറ്റാനിക് വേഴ്സിൻ്റെയും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കടക്കുകയാണ്. സിനിമാ സംഘടനകൾ കൂടി ഇടപെടുമ്പോൾ എന്ത് ഫലമുണ്ടാകുമെന്ന് കാണും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും സംവിധായകനും നിർമ്മാതാവും തുടരുകയാണ്. കോടതി ഉത്തരവനുസരിച്ച് കോടതിയുടെ ഭാഗത്തെ പരാമർശവും വളരെ ഗൗരവതരമാണ്. ഏതായാലും സിനിമാ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയായി ഇത്തരം സെൻസർ വിവാദങ്ങൾ മാറുകയുമാണ്.